കർത്താവിന്റെ അതിപരിശുദ്ധമാണ് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായി ഇന്ന് ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവജന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാർ എഴുതിയ പുസ്തകം 12-ാം അധ്യായം എന്റെ 13-ാമത്തെ വാക്യം. എന്നാൽ രാജാവ് ജനത്തോട് കഠിനമായി ഉത്തരം പറഞ്ഞു. വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചനയെ അവൻ ത്യജിച്ചു. അടുത്ത വാക്യം വായിക്കുന്നത്, യൗവനക്കാരുടെ ആലോചന പോലെ അവരോട് എന്റെ അപ്പൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു, ഞാനും നിങ്ങളുടെ നുകത്തിന് ഭാരം കൂട്ടും. എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടി കൊണ്ട് ദണ്ഡിപ്പിച്ചു, ഞാനും തേടുകൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്നുത്തരം പറഞ്ഞു. ഈ ഭാഗം നമ്മൾ ഒരുപാട് വായിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ദൈവജനം. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ച മകൻ രെഹബെയാം എന്ന് പറയുന്ന രാജാവ് വൃദ്ധന്മാരുടെ ആലോചനയെ തിരിച്ചു കളഞ്ഞിട്ട് യൗവനക്കാരുടെ ആലോചന പ്രാപിച്ച് അതേറ്റെടുത്തുകൊണ്ട് വീണ്ടും ജനത്തിന്മേൽ കഠിനമായ നുകത്തെ ചുമത്തുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പരിശ്രോതാവെ, ഇന്നും ഇത് തന്നെയാണ് ഈ ഭൂമി സംഭവിക്കുന്നത്. ആമേൻ. വൃദ്ധന്മാർ അഥവാ പിതാക്കന്മാർ, പ്രായമുള്ളവർ, മുതിർന്നവർ പറയുന്ന ആലോചനയെ തിരിച്ചു കളഞ്ഞിട്ട് ഇന്ന് ഒരുപാട് യൗവനക്കാരിറങ്ങിയിട്ടുണ്ട്. അവരുടെ ആലോചന സ്വീകരിക്കുന്നവരായി മാറിയിരിക്കുക ആത്മീയ കോളം മുഴുവൻ. ഹല്ലേലൂയ. ആത്മീയ കോളത്തിന് അനവധി യൗവനക്കാർ ഇറങ്ങി കഠിനമായ നുകം ജനത്തിന് ചുമത്തിക്കൊടുക്കുന്ന അനവധി ശുശ്രൂഷകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച അനവധി ദൈവദാസന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെയൊക്കെ വൃദ്ധന്മാരായിട്ട് തള്ളിക്കളഞ്ഞിട്ട്, പഴമക്കാരായിട്ട് തള്ളിക്കളഞ്ഞിട്ട്, പഴയതായിട്ട് തള്ളിക്കളഞ്ഞിട്ട് അവരുടെ ആലോചനകൾക്കും അവരുടെ പ്രസംഗങ്ങൾക്കും അവരുടെ ശുശ്രൂഷകൾക്കും വില കൽപ്പിക്കാതെ ഇന്ന് ന്യൂ ജനറേഷന്റെ പുറകെ ഓടുന്ന വലിയ കൂട്ടം ജനമാണ്. ന്യൂ ജനറേഷനെ ജനം കൂടുന്നതിന്റെ കാരണം എന്താ? അവിടെ ചെന്ന് തുള്ളിച്ചാടി തത്തിക്കളിച്ച് എങ്ങനെ വേണേലും ചെല്ലാൻ, എങ്ങനെ വേണേലും നിൽക്കാം, എങ്ങനെ വേണേലും ഇരിക്കാം, എങ്ങനെ വേണേലും നടക്കാം, എങ്ങനെ വേണേലും പറയാം, ആടിപ്പാടി നടക്കാം, തള്ളിയിടിയില്, ഊതി വീഴത്തില്, ചവിട്ടി വീഴത്തില്, അടി കൊടുക്കുക, വെടിവെച്ചിടുക, അമച്ചീറ്റുക, തുപ്പുക, ഇത് വേണ്ട, പിന്നെ പിടിച്ച് കുലുക്കുക, തലയെ പിടിച്ച് വട്ടം കറക്കി തള്ളി ഉരുട്ടി കാലിന് മടക്കി അടിച്ച് താഴെയിടുക. അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂ ജനറേഷൻ വകുപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ആലോചന ഇന്നത്തെ ജനത്തിന് ആവശ്യം. പ്രായമുള്ളവർ, ദൈവവചന പരിജ്ഞാനമുള്ളവർ, ദൈവവചനം നന്നായിട്ട് പഠിച്ചവർ, ദൈവവചനത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിന് പ്രാപിക്കുന്ന പ്രായമുള്ളവരുടെ, വൃദ്ധന്മാരുടെ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരുടെ ആലോചന ഇന്നത്തെ ജനം നിരസിച്ചു കളയാം. അതുകൊണ്ട് തന്നെ ജനത്തിന്റെ ആത്മജീവിതം പരാജയമാണെന്നുള്ളതാണ്. സ്തോത്രം. ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുകയാണ്. ബാക്കി നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതാ എന്ന് നമ്മൾ കേൾക്കുന്നതുവാ. ഇവിടെ ഈ 12-ാം അധ്യായം 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം എന്ന് പറയുന്നത് ഹല്ലേലൂയ രെഹബെയാമിന്റെ സ്ഥാനാരോഹണത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. രെഹബെയാമിന്റെ ഭോഷത്വം മൂലം രാജ്യം ഹല്ലേലൂയ വിഭജിക്കപ്പെടുന്നു. സ്തോത്രം. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, യെരോബെയാം രാജാവാക്കപ്പെടുന്നുവെന്ന് പിന്നെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ 12-ാം അധ്യായം 26 തൊട്ട് 33 വരെ വാക്യം വായിക്കുമ്പോൾ, വിഗ്രഹാരാധന സാർവത്രികമാകുവാൻ യെരോബെയാം ശ്രമിക്കുന്നു. പണ്ടത്തെ കാലം തന്നെ ഇപ്പോഴും ഹല്ലേലൂയ ജനം ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. ജനം ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്ന് ഇന്ന് വിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ജനം മാറിയിരിക്കുകയാണ്. വിശ്വാസികൾ പോലും, സത്യക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നവർ പോലും ദൈവത്തെ മറന്നു കളഞ്ഞു. ദൈവമായി അവർക്കൊരു കൂട്ടായ്മയില്ലാതായി. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വായിച്ച വചനം എന്ന് പറയുന്നത്, രാജാവ് വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചനയെ അവൻ ത്യജിച്ച് യൗവനക്കാരുടെ ആലോചനയെ അവരോട് പ്രവർത്തിച്ചു വന്നു. ഹല്ലേലൂയ. ഇത് ചരിത്ര പശ്ചാത്തലം വായിക്കുമ്പോൾ ശലോമോൻ രാജാവ് മരിച്ചതിന് ശേഷം ജനങ്ങൾ ശലോമോന്റെ മകനായ
രഹബയാമിന്റെ അടുക്കൽ വന്ന് നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു, നിന്റെ അപ്പന്റെ കഠിന വേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ച് തരണം എന്ന് പറയുക. ലേവിയ എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. രഹബയാമിനോട് ചെന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ ശലോമോന്റെ മരണശേഷം അവന്റെ മകനായ രഹബയാമാണ് രാജാവായത്. അവനാണെങ്കിൽ അവന് അമ്മോന്യ സ്ത്രീയിൽ ശലോമോന് ജനിച്ച മകനായിരുന്നു. രഹബയ എന്ന് പറയുന്നത് ശലോമോന് ഒരു അരാമി സ്ത്രീയിൽ ജനിച്ച മകനാണ്. മഹാജ്ഞാനിയായിരുന്ന ശലോമോന്റെ സ്വഭാവ സവിശേഷതകൾ ഒന്നും അവനുണ്ടായിരുന്നില്ല. പ്രൈസലോ. ഈ രഹബയാം അരാമ്യ സ്ത്രീയിൽ ജനിച്ചവനാണ്. അമ്മോന്യ സ്ത്രീയിൽ ജനിച്ചവനാണ്. അമ്മോന്യ സ്ത്രീയിൽ ജനിച്ചവനായിരിക്കുന്ന രഹബയാമിന് തന്റെ അപ്പനായിരിക്കുന്ന ശലോമോൻ വളരെ ജ്ഞാനിയ. ആ അപ്പന്റെ യാതൊരു സ്വഭാവം ഇല്ലായിരുന്നു എന്നല്ല പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ രാജ്യത്തിൽ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ആവശ്യമാണ്. അത് ഇസ്രായേൽ ജനം ഈ രഹബയാമിനെ പിടിച്ചാക്കാൻ ശ്രമിക്കുക. എന്നാൽ രാജ്യത്തിൽ ഒരു പ്രതിസന്ധി ആവിർഭവിച്ചപ്പോൾ കേവലം ഒരു ഫോഷനെ പോലെയാണ് അവർ പെരുമാറിയത്. ഹല്ലേലൂയ. രാജ്യത്തിനകത്ത് വലിയ പ്രതിസന്ധി കടന്നു വന്നപ്പോൾ, വലിയ പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ വലിയ ഫോഷനെ പോലെ പെരുമാറി. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം നിങ്ങൾ 4-ാം വാക്യം കൂടെ വായിക്കണം. അവിടെ ഞാൻ പറഞ്ഞ ഭാഗമുണ്ട്. നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു, നിന്റെ അപ്പൻ കഠിന വേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ച് തരണം എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കും എന്ന് പറഞ്ഞു. അല്ലേലൂയ. അപ്പം പ്രതിസന്ധികൾ വരുന്നപ്പോൾ നമ്മളൊരു ഫോഷനെ പോലെയല്ല നിൽക്കേണ്ടത്. ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാം, പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. രഹബയാമിനെ പോലെ വെറും ഫോഷനായി മാറരുത്. പ്രൈസലോ. ഇന്നും പലരുടെയും ജീവിതം പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ വൃത്തന്മാരല്ലെങ്കിൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന ആലോചന സ്വീകരിക്കാതെ യൗവനക്കാരുടെ ആലോചന സ്വീകരിച്ച് പിന്നത്തേതിൽ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന അനുഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. യൗവനക്കാർ ഒരുപക്ഷെ ഭോഷന്മാരെ പോലെ ആലോചന പറഞ്ഞേക്കാം, ഭോഷന്മാരെ പോലെ അവർ ചിന്തിച്ചേക്കാം, ആലോചനകളൊന്നും പൂർത്തീകരിക്കണമെന്നില്ല. എന്നാൽ പിതാക്കന്മാരുടെ ആലോചന നാം പ്രാപിച്ച അതേ അനുഭവത്തിൽ മുന്നോട്ട് പോയാൽ നാം ജീവിതത്തിൽ തളരാതെ നിൽക്കുവാൻ കഴിയും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയസിലേക്ക് ഇതാ ഹല്ലേലൂയ. പ്രതിസന്ധികൾ നിങ്ങളുടെ കുടുംബത്തിൽ വരുമ്പോൾ, പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ ഒരു ഫോഷനെ പോലെയായി മാറാതെ വൃത്തന്മാർ പറഞ്ഞ ആലോചനയെ അല്ലെങ്കിൽ പിതാക്കന്മാർ പറഞ്ഞ ആലോചനയെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവഹിതം അന്വേഷിച്ചു പോകണം. രക്തം ചെയ്യും. യൗവനക്കാരുടെ പുറകെ ഓടിപ്പോകരുത്. അവർ പറയുന്ന ആലോചനകൾ ദൈവത്തിൽ നിന്നാകണമെന്നില്ല. ഹല്ലേലൂയ. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ദേശത്ത് രാജ്യത്ത് ഒരു പ്രതിസന്ധി ആവിർഭവിച്ചപ്പോൾ കേവലം ഒരു ഫോഷനെ പോലെയാണ് രഹബയാം പെരുമാറിയത്. ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ കാലം മുതൽ തന്നെ യഹൂദ ഗോത്രവും വടക്കും ഗോത്രങ്ങളും തമ്മിൽ ശത്രുതയിലായിരുന്നു. പോരെങ്കിൽ ശലോമോൻ ഏർപ്പെടുത്തിയിരുന്ന നിർബന്ധിതമായ ഊഴിയവേലയും താങ്ങാനാവാകുന്ന നികുതികളും അവരെ കൂടുതൽ വെറുപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. സ്വതന്ത്ര ദൈവത്തിന്റെ വചനം പറയുന്നത് വടക്കൻ ഗോത്രങ്ങളിലുള്ളവരെ പ്രീണിപ്പിക്കണമെന്ന വ്യാമോഹത്തിലേക്കായിരിക്കാം വടക്കൻ ഗോത്രങ്ങളുടെ അധികാരം സീമയിൽപ്പെട്ട ശേഖേം പട്ടണത്തിൽ വെച്ച് രഹബയാമിന്റെ സ്ഥാനാരോഹണം നടത്തിയത്. ഹല്ലേലൂയ. സ്തോത്രം. സ്ഥാനാരോഹണം ഇവിടെ നടത്തിയത് വായിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നേരത്തെ മിസ്രൈമിലേക്ക് ഓടിപ്പോയിരുന്ന യെരോബയാമിന്റെ നേതൃത്വത്തിൽ വടക്കൻ ഗോത്രങ്ങളിലെ പ്രതിനിധികൾ രഹബയാമിനെ സമീപിച്ച് അവന്റെ അപ്പൻ തങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന കഠിനവേലിയും നികുതിയും ഭാരവും കുറച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ചരിത്ര ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞതാ കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്വയമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവില്ലാതിരുന്ന രഹബയാം, സ്വയമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവില്ലാതിരുന്ന രഹബയാം ശലോമോന്റെ കാലത്തുണ്ടായിരുന്ന വൃദ്ധന്മാരുടെ നല്ല അഭിപ്രായം സ്വീകരിച്ചില്ല. അപ്പൊ ശലോമോന്റെ കാലഘട്ടത്തിൽ നല്ല ആലോചന പറയുന്ന വൃദ്ധന്മാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവില്ലാതെ രാജസ്ഥാനത്ത് വന്ന രഹബയാം
പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞപ്പോൾ വൃത്തന്മാരുടെ ആലോചന സ്വീകരിക്കാതെ യൗവനക്കാരുടെ പിന്നാലെ പോയത് ദോഷമായി മാറി. ലേലിയ സ്തോത്രം. അപ്പോൾ യൗവനക്കാരുടെ അഭിപ്രായ പ്രകാരം മറുപടി പറഞ്ഞ രഹബിയാമിന് ലേലിയ 10 വടക്കൻ ഗോത്രങ്ങൾ നഷ്ടമായി. ലേലിയ അപ്പൊ ആലോചന കേട്ടത് എങ്ങനെയാണെന്ന് ചിന്തിക്കുക. ശലോമോന്റെ കാലത്തുണ്ടായിരുന്ന വൃത്തന്മാരുടെ ആലോചന കേൾക്കാതെ യൗവനക്കാരുടെ ആലോചന കേട്ടതുകൊണ്ട് രഹബിയാമിന് എന്ത് ചെയ്തു? 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയി. പ്രൈസലോ. ഈ വചനം നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഇന്ന് ആത്മീയ ജീവിതത്തിൽ നിൽക്കുന്ന നിങ്ങളും യഥാർത്ഥമായി ദൈവത്തിന്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കാതെ യൗവനക്കാരുടെ പുറകെ പോയാൽ രഹബിയാമിന് 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്, ദൈവം തന്നിരിക്കുന്ന ആലോചനകളുണ്ട്, ദൈവാത്മാവ് നിങ്ങളെ അറിയിച്ച ദൂതുകളുണ്ട്. അത് നിങ്ങളെ മേൽ നിറവേറുവാൻ കഴിയാതെ നിങ്ങൾ പരാജയപ്പെടും. 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ട രഹബിയാമിന്റെ ജീവിതത്തിലെ പരാജയം പോലെ നിങ്ങളുടെ ആത്മജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ യൗവനക്കാർ പറയുന്ന ആലോചനകളെല്ലാം നിങ്ങൾ ഏറ്റെടുത്ത് അതിന്റെ പിന്നാലെ പോയി വീണ്ടും നിങ്ങൾ പാപത്തിലും അടിമരുഖത്തിലേക്കും പോകരുത്. കേൾക്കുന്ന ആലോചനകൾ ശരിയാണോ ഇല്ലയോ നിങ്ങൾ വിവേചിച്ചറിയണം, രക്തം ചെയ്യണം. അല്ലേരിയ. അപ്പൊ നമുക്കറിയാം സ്തോത്രമല്ലിയ 11-ാം അധ്യായം 29 തൊട്ട് 34 വരെ പറഞ്ഞിരുന്നത് പോലെയും 12-15 അത് ആവർത്തിച്ച് പറയുന്നത് പോലെയും രാജ്യം 2ആയി വിഭജിക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അപ്പൊ വൃദ്ധന്മാരുടെ നല്ല ആലോചനയ്ക്ക് ചെവി കൊടുക്കാത്തവർക്ക് ഇതൊരു ഗുണപാഠമാണ്. വൃദ്ധന്മാരുടെ നല്ല ആലോചനയ്ക്ക് ചെവി കൊടുക്കാത്ത സകല ആത്മീയർക്കും ദൈവജനത്തിനും ഈ അധ്യായം ഒരു ഗുണപാഠമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നം, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ദുരുപദേശങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യനെ മയക്കുന്ന, മനുഷ്യനെ കറക്കിയടിക്കുന്ന വിധത്തിലുള്ള തന്ത്രങ്ങളും മന്ത്രങ്ങളുമായി വേഷഭൂഷാദികൾ അണിഞ്ഞു ഭക്തിയുടെ വേഷം ധരിച്ച് പലരും നിങ്ങളെ സമീപിക്കും. ലേരിയ നിങ്ങളുടെ വാക്കുകളിൽ കുടുങ്ങി യഹോവയാമിന് 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ നിങ്ങളുടെ ആത്മജീവിതത്തിനകത്ത് പരാജയം വരരുത്, രക്തം ചെയ്യും. അല്ലേരിയ സ്തോത്രം. അപ്പം വൃദ്ധന്മാരുടെ ആലോചന നിങ്ങൾ സ്വീകരിക്കണം. പ്രൈസലോ. നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അല്ലൊരിയ ഈ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുക, മീറ്റിംഗ് വിളിക്കുക, വൃദ്ധന്മാരെ, പ്രായമുള്ളവരെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന ശുശ്രൂഷകന്മാരെ ആർക്കും വേണ്ട. എല്ലാവർക്കും ഈ പുതിയ ആൾക്കാരെ മതി. അല്ലേരിയ. പുതിയ ആൾക്കാരെ നല്ലത്, പക്ഷെ ജീവിതം വേണം, ജീവിത ഉപദേശം വേണം. ജീവിത ഉപദേശമില്ലാത്ത ആരെയും നമ്മൾ മീറ്റിങ്ങിന് വിളിക്കരുത്. അല്ലെ അവരുടെ ആലോചന നമ്മൾ സ്വീകരിക്കരുത്. നമ്മളൊരു ആലോചന സ്വീകരിക്കണമെങ്കിൽ, ഒരു ആലോചന കേൾക്കണമെങ്കിൽ ജീവിതവും ഉപദേശവും ഉള്ളവൻ്റെതായിരിക്കണം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഒരു നാരങ്ങ നമ്മൾ നാരങ്ങ പിളർന്നാല് അതിനകത്ത് നാരങ്ങയുടെ അരിയും കുരുവും മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഓറഞ്ചിന്റെ എല്ലരിയ കുരുവും ആമലരിയ അതിന്റെ മാംസളം വരത്തില്ല. പ്രൈസലോ. ഒരാപ്പിള് പിളർന്നാൽ അതിനകത്ത് ആപ്പിളിന്റെ സാധനങ്ങളാണ് ഉള്ളത്, അതിനകത്ത് നാരങ്ങയുടെ സാധനം വരത്തില്ല. അങ്ങനെ എല്ലാ സാധനങ്ങളും അതാമത്തെ സാധനങ്ങൾക്ക് അതതിൻ്റെതായ പ്രത്യേകത ഉള്ളതുപോലെ നിങ്ങൾ ദൈവവചനത്തിനകത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ജീവിത ഉപദേശത്തിനകത്ത് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെ ഏത് വിധത്തിൽ നോക്കിയാലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആലോചനയും പുറത്തു വരും. അപ്പം പഴയ നിയമ വിശുദ്ധന്മാർ എല്ലാവരും ദൈവത്തെ അനുസരിച്ചവരും അനുസരിക്കാത്തവരും ഉണ്ടായിരുന്നു. ദൈവത്തെ അനുസരിച്ചവരെല്ലാം കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടു. എന്നാൽ ദൈവഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് നിൽക്കാതെ പോയവരെല്ലാം നിത്യനാശത്തിലേക്ക് പോയെന്നുള്ളത് ഈ പഴയ നിയമം പല ഭാഗങ്ങളിലും വായിക്കുമ്പോൾ കാണാൻ കഴിയും. അല്ലേലിയ. പ്രിയം ബിലയാമിനെ കുറിച്ച് നമുക്കറിയാം. അല്ലേലിയ. അങ്ങനെ ഓരോരുത്തരെ നമ്മൾ എടുത്തു പഠിക്കുവാനുണ്ട്. പ്രൈസ്. ഈ കാലഘട്ടത്തിൽ ജനം ചിന്തിക്കേണ്ടത്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആലോചനയും ദൈവം നമുക്ക് തന്ന വാഗ്ദത്തങ്ങളും ദൂതുകളും ഒക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ദുരുപദേശങ്ങളെ പിന്നാലെ പോയി നിങ്ങൾ നശിച്ചു പോകാതെ, നിങ്ങൾ തകർന്നു പോകാതെ, ദൈവാത്മാവ് നിങ്ങൾക്ക് നൽകിത്തരുന്ന സത്യസന്ധമായ ആലോചനകളെ നിങ്ങൾ കേൾക്കുവാനും സ്വീകരിക്കുവാനും നിങ്ങൾ ഒരുക്കപ്പെടണം. മുതിർന്നവർ നിങ്ങളോട് പറയുന്നത്
പ്രായമുള്ളവർ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുവാൻ തയ്യാറാകണം. രക്തം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനോ നഷ്ടം വരുന്നേ. രെഹബെയാമിന് 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ പലതും നിന്റെ കുടുംബത്തിൽ നഷ്ടമാകും. നിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും, നിന്റെ വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെടും. ദൈവം നിനക്ക് തരുവാൻ പോകുന്ന അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് നഷ്ടമായി മാറാം. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ലലിയ സ്തോത്രം. യെരോബെയാമിന്റെ കീഴിൽ ഇസ്രായേൽ രാജ്യം എന്ന പേരിൽ പുതിയ രാഷ്ട്രം പിന്നെ സ്വീകരിച്ചു. രെഹബെയാമിന് 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? യെരോബെയാമിന്റെ പേരില് ഹല്ലേലൂയ പുതിയ ഇസ്രായേൽ രാജ്യം പുതിയ രാജ്യമായി സ്ഥാപിക്കപ്പെട്ടു. അല്ലേ? അത് മുഖാന്തരം എന്തായി? ഹല്ലേലൂയ യെരോബെയാമിന്റെ നേതൃത്വത്തിൽ പുതിയ രാജ്യം വന്നു കഴിഞ്ഞപ്പോൾ ഈ യെരോബെയാം വിഗ്രഹാരാധന സാർവത്രികമാക്കി കൊണ്ടുവരുവാൻ അവൻ ശ്രമിക്കുക ചെയ്തേ. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ശുശ്രൂഷകൾ നിങ്ങൾ പഠിക്കണം. പുതിയ പുതിയ ജനറേഷൻ, പുതിയ പുതിയ ആളുകൾ രംഗത്ത് വന്നു കഴിയുമ്പോൾ, പുതിയ പുതിയ ആലോചനകൾ വന്നു കഴിയുമ്പോൾ, പുതിയ പുതിയ ആളുകൾ രംഗപ്രവേശനം ചെയ്ത് ആത്മീയ ഗോളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദുരുപദേശങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. സാർവത്രികമായി വിഗ്രഹാരാധന യെരോബെയാമിന്റെ കാലത്ത് അവൻ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചതുപോലെ ഇന്നത്തെ ന്യൂ ജനറേഷന്റെ ഇടയിൽ അങ്ങനെയുള്ള ദുരുപദേശങ്ങൾ അവർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ശലോമോന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വൃത്തന്മാരുടെ ആലോചനയെ തിരസ്കരിച്ചുകൊണ്ട് രെഹബെയാം ഒരു ഫോഷനെ പോലെയായി മാറിയത്. അവർ 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടതും യെരോബെയാം അവന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം പുതുതായിട്ടുണ്ടാക്കിയതും. അതുകൊണ്ട് ജനം വിഗ്രഹാരാധനയിലേക്ക് പോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ അങ്ങനെ പോകരുത്. സ്തോത്രം. അങ്ങനെ നമുക്ക് ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരുപദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ദുരുപദേശങ്ങൾ ഇന്ന് തെക്കൻ ദേശത്തുനിന്ന് വടക്കൻ നാട്ടിലേക്കാണ് വരുന്നത്. ഹല്ലേലൂയ. അപ്പം തെക്കും ഏറ്റവും കൂടുതൽ ദുരുപദേശം വന്ന് ചാടുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. ഹല്ലേലൂയ. അതിൽ അതിപ്രധാനമായി ദുരുപദേശകന്മാർക്കെല്ലാം സ്ഥാനങ്ങളും ഇടവും അവസരങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കുന്നംകുളം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഏത് ദുരുപദേശകന്മാർക്കും ഏത് ന്യൂജനറേഷൻകാർക്കും അവർക്കിവിടെ വന്ന് ആടി പാടി അവരുടെ ആലോചനകൾ ഇവിടെ പറഞ്ഞു കേൾപ്പിക്കാൻ അവർക്ക് അവസരമുണ്ട്. അതിന്റെ പിന്നാലെ കൂടുവാൻ 100 ജനങ്ങളുമുണ്ട്. എന്നാൽ ഇവിടെ ഒരു വൃദ്ധന്മാർ, പിതാക്കന്മാർ വന്ന ആലോചന പറയാൻ, അവർ ശുശ്രൂഷിക്കാൻ വന്നാൽ അവിടെ ആള് കാണത്തില്ല. ആത്മീയഗോളത്തിലെ മുതിർന്ന ആളുകൾ വന്ന് ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നു പറഞ്ഞാൽ ആളില്ല. ഹല്ലേലൂയ. അങ്ങനെ തെക്ക് നിന്നുള്ള ദുരുപദേശങ്ങൾ അങ്ങ് വടക്ക് കാസർഗോഡ് വരെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ഓർക്കും, അല്ലെങ്കിൽ വടക്ക് നിന്ന് ദുരുപദേശം, വടക്ക് ഇത്രയില്ല, എല്ലാം തെക്ക് നിന്ന് ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്റെ കാഴ്ചയിലും ഞാൻ കണ്ടതുമൊക്കെ അങ്ങനെ. അല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നം, നിന്റെ ആത്മീയ ജീവിതത്തിനകത്തെ അഭിവൃദ്ധികൾ നഷ്ടപ്പെട്ടു പോകാതെ, നിനക്കുള്ള വാക്തത്വങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, നീ വാക്തത്വങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. പിതാക്കന്മാരുടെ ആലോചന സ്വീകരിച്ച് ആലോചനയ്ക്ക് നീ വിധേയപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് പറഞ്ഞ വാക്തത്വങ്ങളെല്ലാം നിറവേറും. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാക്തത്വങ്ങൾ നിറവേറാത്തത്? നിങ്ങളുടെ മേൽ ആലോചന നിറവേറാത്തത്? ഇപ്പം പല ആളുകളും ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവിനാൽ ശുശ്രൂഷിച്ച ദൈവത്തിന്റെ ദാസന്മാര്, ദൈവത്തിന്റെ ദാസിമാര് പറഞ്ഞ ആലോചനകൾ കേട്ടിട്ട് പലരും സമീപിക്കാറുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ആ ആലോചന ശരിയാണോ? അവർ പറഞ്ഞത് ശരിയാണോ? അവർ ഇന്നതുപോലൊക്കെ പറഞ്ഞു. എന്നാൽ വിശ്വാസികൾ സ്വന്തമായി ആലോചന വിവേചിക്കാനും തിരിച്ചറിയുവാനും കഴിയാതെ ഇന്ന് യൗവനക്കാരന്റെ പിന്നാലെ പോയത് കൊണ്ട് അവർ പരാജയപ്പെടുന്നു. ഹല്ലേലൂയ. എന്നാൽ വൃദ്ധന്മാരുടെ, പിതാക്കന്മാരുടെ ആലോചന സ്വീകരിച്ചാൽ ആ ആലോചന വേറെ ഒരാളിരിക്കും ചോദിക്കേണ്ട കാര്യം വരുന്നില്ല. ശരിയാണോ ചോദിക്കേണ്ട കാര്യം വരുന്നില്ല. അവർ ദൈവവചന പരിജ്ഞാനത്തിലും ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തിന് പ്രാപിച്ചത് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങളോട് മുതിർന്നവർ പറയുന്ന ദൈവത്തിന്റെ ആലോചന നിങ്ങൾ തിരസ്കരിച്ച് കളയാതെ നിങ്ങൾ ആലോചനയ്ക്കനുസരിച്ച് ജീവിക്കണം. രക്തം ചെയ്യണം. ഇവിടെ നാം ദൈവത്തിന്റെ വചനം അതാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ 19 വാക്യം 1 രാജാക്കന്മാർ 12:19 വായിക്കുമ്പോൾ,
ഇങ്ങനെ ഇസ്രായേൽ ഇന്ന് വരെ ദാവീദ് ഗൃഹത്തോട് മത്സരിച്ച് നിലനിൽക്കുന്നു. യൊരോബെയാം മടങ്ങി വന്ന് ഇന്ന് ഇസ്രായേലൊക്കെയും കേട്ടപ്പോൾ അവർ ആളയച്ച് അവനെ സഭയിലേക്ക് വിളിച്ച് അവനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കി. യഹൂദാ ഗോത്രം മാത്രം അല്ലാതെ മറ്റാരും ദാവീദ് ഗൃഹത്തിന്റെ പക്ഷം ചേർന്നില്ല. അപ്പൊ എല്ലാവരും ഇത് ചെയ്തു, യൊരോബെയാമിന്റെ പക്ഷം ചേർന്നു. എന്നാൽ യഹൂദാ ഗോത്രം മാത്രം ഇത് ചെയ്തു, മാറി നിന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, യൊരോബെയാമിനെ രാജാവാക്കി ഇസ്രായേൽ ജനം മുഴുവൻ യൊരോബെയാമിന്റെ കൂടെ കൂടിയപ്പോൾ യഹൂദാ ഗോത്രം മാത്രം ഹല്ലേലൂയ ദാവീദ് ഗൃഹത്തോട് ചേർന്ന് നിന്നതുപോലെ ഈ കാലഘട്ടത്തിലും നിങ്ങൾ ദൈവസഭയോട് ചേർന്ന് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവസഭയോട് ചേർന്ന് വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ സ്തുതിക്കുമ്പോൾ യഥാർത്ഥമായി ദൈവഹിതം തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുന്നത്. യൊരോബെയാമിനെ പോലെ അനവധി ആളുകൾ ഈ ദേശത്ത് ഇറങ്ങിയിട്ടുണ്ട്. യൊരോബെയാമിനെ പോലെ അനേക ദുരുപദേശങ്ങളുമായി ജനത്തിന്റെ ഇടയിൽ വന്ന് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആത്മീയരോഗത്തിലായിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതം ഒരിക്കൽ മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവേറ്റ് ആസന്നമായിരിക്കുമ്പോൾ നാം ഈ ദുരുപദേശങ്ങളിലും പെട്ടുപോകാതിരിക്കാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ താമസിക്കുമ്പോൾ, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ താമസിക്കുമ്പോൾ നിങ്ങൾ വ്യതിചലിച്ചു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉറ്റിരിക്കുന്നെങ്കിൽ ദൈവം നിന്റെ പേർക്ക് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. രഹബെയാമിന് 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മീയങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, രഹബെയാമിനെ പോലും ഫോഷനായി മാറാതെ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ, എന്നാൽ രഹബെയാം വൃദ്ധന്മാരുടെ ആലോചന കേൾക്കാതെ അനുഭവമില്ലാത്ത യൗവനക്കാരുടെ ആലോചന കേട്ട് ജനങ്ങളോട് കഠിനമായി പ്രവർത്തിച്ചതിനാൽ ഇസ്രായേൽ ദേശത്തുള്ള 12 ഗോത്രങ്ങളിലെ 10 ഗോത്രങ്ങൾ അവനെ ഉപേക്ഷിച്ച് പിരിഞ്ഞുപോയി. ജഡീയ പ്രകാരമുള്ള ആലോചന ഭിന്നതകളിലേക്കും നാശത്തിലേക്കും വഴിയൊരുക്കും. ജഡീയ പ്രകാരമുള്ള ആലോചന ഭിന്നതയിലേക്കും നാശത്തിലേക്കും വഴിയൊരുക്കും. അതാണ് രഹബെയാമിന് സംഭവിച്ചത്. വൃദ്ധന്മാരുടെ നല്ല ആലോചന നിരസിച്ച് കളഞ്ഞിട്ട് യൗവനക്കാരുടെ ജഡികമായ ആലോചന സ്വീകരിച്ചതുകൊണ്ട് അവൻ നഷ്ടപ്പെട്ടത് 10 ഗോത്രങ്ങളാ. പിന്നെ എന്ത് ചെയ്തു? ഭിന്നതകളും നാശങ്ങളും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് പകലെ കേൾക്കുന്ന സ്നേഹിത, ജഡീയ ആലോചനകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത്. ജഡീയ ചിന്തകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത്. അത് നിന്റെ നാശത്തിനും നിന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്കും നിന്റെ ആത്മജീവിതത്തിന്റെ പരാജയത്തിനും കാരണമായി തീരുമെന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പരാജയവും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഉയർച്ചയും, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നന്മയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മയും അവന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് ഇവിടെ പഠിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ എങ്ങനെ സേവിക്കണം, ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, ആരുടെ ആലോചന സ്വീകരിക്കണം, ആരുടെ ആലോചനയാണ് തിരസ്കരിക്കരുതെന്നൊക്കെ ഈ പുസ്തകത്തിനകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, നാശത്തിലേക്കും ജഡീയ ആരാധനയിലേക്കും ജഡീയ വിശ്വാസത്തിലേക്കും ജഡീയ ചിന്തയിലേക്കും നിങ്ങൾ കടന്നു പോകാതെ, നിങ്ങൾ ദുരുപദേശത്തിൽ വീണ് കുഴങ്ങിപ്പോകാതെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചനയ്ക്ക് നിങ്ങൾ നിൽക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവാലോചനയ്ക്ക് നിൽക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ഇവിടെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ദാസന്മാർ പ്രാർത്ഥിച്ച് ശ്രേഷ്ഠമേറിയ ആലോചനകൾ നൽകും. ഹല്ലേലൂയ. പിതാക്കന്മാർ, വാർത്തകളിലായിരിക്കുന്നവർ, വചന ധ്യാനമുള്ളവർ, വചന പാണ്ഡിത്യമുള്ളവർ, വചനം അനുസരിക്കുന്നവർ, വിശുദ്ധി ജീവിക്കുന്നവർ, വിശുദ്ധിയുടെ പ്രമാണം കാത്തു സൂക്ഷിക്കുന്ന വൃദ്ധന്മാർ, അവർ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ശ്രേഷ്ഠമേറിയ ആലോചനകൾ നൽകും. ഭയഭക്തിയുള്ള മാതാപിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്ക് ജയജീവിതത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. ഭയഭക്തിയുള്ള മാതാപിതാക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? തങ്ങളുടെ മക്കൾക്ക് ഹല്ലേലൂയ ജയകരമായ ജയജീവിതത്തിന്റെ ആലോചനകൾ പറഞ്ഞു കൊടുത്തവരെ പഠിപ്പിക്കണം, ദുരുപദേശത്തിൽ വീണു പോകാതിരിക്കാൻ. ഹല്ലേലൂയ. രഹോബെയാമിനെ പോലെ പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഹല്ലേലൂയ സ്തോത്രം ശ്രേഷ്ഠമേറിയ ആലോചനകൾ പറഞ്ഞു പഠിപ്പിക്കണം. ഹല്ലേലൂയ. ജീവിതത്തെ ജയിക്കുമുള്ള ജീവിത രഹസ്യങ്ങളെ കുറിച്ച് അവരെ പറഞ്ഞു പഠിപ്പിക്കണം. പിതാക്കന്മാരുടെ ആലോചനയ്ക്ക് നിങ്ങൾ ചെവി കൊടുക്കണം. അവരുടെ ആലോചനയ്ക്ക് നിങ്ങൾ ഒഴിഞ്ഞു മാറി പോകാതെ അവർ പറയുന്ന ദൈവവചനം ഏറ്റെടുത്ത് നിങ്ങൾ അതേ രീതിയിലൂടെ ജീവിക്കണം. ഹല്ലേലൂയ.
അല്ലാതെ ജഡികമായ ആലോചനകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുതെന്ന് ഈ അധ്യായത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ആകയാൽ ദൈവമക്കൾ നല്ല ആലോചനകൾ കേട്ട് അതനുസരിച്ച് നടക്കണം. ദൈവമക്കൾ എന്ത് ചെയ്യണം? നല്ല ആലോചനകൾ കേട്ട് അതനുസരിച്ച് നടക്കണം. അല്ലേ? അപ്പൊ ആത്മവിവേചന വരത്താൽ ഏതാണ് നല്ല വഴി എന്ന് നാം തിരിച്ചറിയണം. ആത്മീയ വിവേചനത്താൽ, അല്ലേ? ആത്മീയ വിവേചന വരത്താൽ കേൾക്കുന്ന ആലോചനകളെ വിവേചിച്ചറിഞ്ഞ് നല്ല വഴി ഏതാണെന്ന് മനസ്സിലാക്കി ആ നല്ല വഴിയെ യാത്ര ചെയ്യണം. അല്ലേ? അപ്പൊ ഈ കാലഘട്ടത്തിൽ അനവധി സാത്താനി ശക്തികൾ എഴുന്നേറ്റ് ദൈവസഭയെ മുടിക്കുവാൻ, ദൈവസഭയെ നശിപ്പിക്കുവാൻ, ഉപദേശങ്ങളെ തെറിപ്പിച്ചു കളയാൻ വേണ്ടി, തട്ടിമാറ്റി കളയാൻ വേണ്ടി സാത്താൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം ദൈവത്തിന് വേണ്ടി അല്ലേലൂയ എഴുന്നേൽക്കുവാൻ കഴിയണം. യഹൂദ ഗോത്രം അല്ലേലൂയ ദാവീദിന്റെ പക്ഷം ചേർന്ന് നിന്നതുപോലെ അല്ലേലൂയ ആമേ സ്തോത്രം, നിങ്ങൾ ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കണം. നാം ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. നാം ജഡികന്മാരുടെ ആലോചന കിട്ട ദുരുപദേശത്തിന്റെ പക്ഷത്ത് ചേർന്ന് നിന്നാൽ അത് മതപതനത്തിലേക്ക് പോകാൻ കാരണമാകും. അല്ലെങ്കിൽ പാപം ജീവിതത്തിൽ വർദ്ധിക്കും, ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു പോകും, ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയാതെ വരും, ദൈവിക സംസർഗം, ദൈവിക സമ്പർക്കം, ദൈവമായുള്ള കൂട്ടായ്മ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ജഡികന്മാർ ജഡികമായ ആലോചന പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കും, നിങ്ങളുടെ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ അത് നിങ്ങളുടെ തലമുറയിലേക്ക് വ്യാപരിക്കും. നിങ്ങളുടെ തലമുറ അത് കണ്ടുപഠിക്കും. അവരും ദൈവത്തെ അനുസരിക്കാത്തവരായി മാറും. അല്ലേ? സ്തോത്രം. നമ്മൾ ഈ സഭയിലൊക്കെ ചെന്നാൽ ഇന്നത്തെ കൊച്ചുകുട്ടികളും പറയുന്നത് കേൾക്കാൻ കഴിയും. അല്ലെങ്കിൽ യൗവനക്കാർ കുട്ടികളൊക്കെ പറയുന്നത് കേൾക്കാം. പ്രായ പാസ്റ്റർമാരെ കണ്ടു കഴിയുമ്പോൾ അവർക്കും ആലോചന ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊരു സഭയില് ശുശ്രൂഷിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൊച്ചു പറഞ്ഞു, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്റെ പാസ്റ്റർ ഈ സഭ വല്യപ്പന്മാരെ വിളിക്കുന്നെന്ന് പറഞ്ഞു. ഈ പാസ്റ്റർ വല്യപ്പന്മാരെ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്താ കുട്ടികളുടെ ഉള്ളിൽ പോലും വെറുപ്പായി പിതാക്കന്മാരെ, വൃത്തന്മാരെ വെറുപ്പായി. എന്താണ്? തലമുറയ്ക്ക് വേണ്ടതുപോലെ പറഞ്ഞ് പഠിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കാതെ യൗവനക്കാരുടെ ജഡിക ആലോചനകൾക്ക് മാതാപിതാക്കൾ ചെവി കൊടുത്ത് അവരത് കേട്ടിട്ട് വീട്ടിൽ പോയിരുന്ന് അഭിപ്രായം പറയുന്നത് തങ്ങളുടെ മക്കൾ കേട്ടുപിടിക്കുക. മക്കളത് കേട്ടുപിടിച്ച് മക്കളും പറയുക, ഞങ്ങൾക്ക് പിതാക്കന്മാരുടെ ആലോചന വേണ്ട. ലേരിയ ഞങ്ങൾക്ക് യൗവനക്കാരുടെ മതി. കാരണം അത് ജഡികമായ ചിന്തകളും ജഡിക ആലോചനകളായിട്ട് ഒരുപാട് യൗവനക്കാരെന്ന് പറഞ്ഞ ജീവിത വിശുദ്ധിയില്ലാതെ, ജീവിതത്തിനകത്ത് വചനമില്ലാതെ, ജീവിതമില്ലാതെ, ഉപദേശമില്ലാതെ, അല്ലേരിയ പണമുണ്ടാക്കൽ ശുശ്രൂഷ, പണത്തിന് വേണ്ടി മാത്രം ശുശ്രൂഷിക്കുന്നവരുണ്ട്. അവരുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. അല്ലേരിയ യേശു പോലും പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. അത് നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കണം. അല്ലേരിയ കർത്താവ് നൽകിയിരിക്കുന്ന ശുശ്രൂഷകളെ കുറിച്ച് നമ്മൾ തിരിച്ചറിവുള്ളവരായിരിക്കണം. അല്ലേരിയ ഇപ്പോൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, ചില സന്ദർഭങ്ങളിൽ മനുഷ്യ ശബ്ദങ്ങൾ പരസ്പര ശത്രുക്കളായി തീരുന്നത് കാണാൻ കഴിയും. അബ്രഹാമിന്റെ ജീവിതത്തിലും ഇസഹാക്ക് ജനിച്ചപ്പോൾ മൂത്ത പുത്രനായിരിക്കുന്ന ഇസ്മായിൽ ഇസഹാക്കിനെ പരിഹസിക്കുന്നത് കണ്ട സാറ ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക, ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവകാശിയാക്കിയില്ല എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിന്റെ 10 വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അല്ലേരിയ അപ്പൊ അവിടെ നമുക്കിത് കാണാൻ കഴിയുന്നതാണ്. കാരണം ഹാഗറിനെ പുറത്താക്കി കളയുന്ന, ഹാഗറിനെ ഇസ്മായിലിനും അബ്രഹാമിന്റെ ഭവനത്തിൽ പുറത്താക്കുന്ന ഒരു ആലോചന. അപ്പൊ ഹാഗറിനെ പുറത്താക്കിയതിൽ നമുക്കുള്ള ഗുണപാഠം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പൈതൽ വളം മുലകുടി മാറി, ഇസഹാക്കിന്റെ മുലകുടി മാറിയ നാളിൽ അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. മിസ്രൈമദാസി ഹാഗർ അബ്രഹാമിനെ പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട്, ഈ ദാസിയും മകനെയും പുറത്താക്കി കളക, ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു. സാറയുടെ ഒരു ആലോചനയാണ്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, നാം ഈ ഭാഗത്ത് പഠിക്കുമ്പോൾ അപ്പം മുലകൂടി മാറിയ ഇസഹാക്കിനെ അവനേക്കാൾ പ്രായക്കൂടുതലുള്ള ഇസ്മായിൽ പരിഹസിക്കുവാനും ഉപദ്രവിക്കുവാനും തുടങ്ങിയപ്പോഴാണ് സാറ ദാസിയും മകനെയും പുറത്താക്കുവാൻ ആവശ്യപ്പെട്ടത്. അല്ലേലിയ
ആമേ സ്തോത്രം. അപ്പൊ ഇസ്മായിലും അബ്രഹാമിന്റെ മകനായതിനാൽ അവനെ പുറത്താക്കുവാൻ അവന് പ്രയാസം തോന്നി. എന്നാൽ പിന്നീട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് അബ്രഹാം ഈ ഒരു കടുത്ത തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അബ്രഹാം ദൈവശബ്ദം കേട്ടതിന്റെ ഫലമായി കഴിഞ്ഞ ദീർഘവർഷങ്ങൾ താൻ സ്നേഹിച്ച് പോറ്റി പുലർത്തിയ ഹാഗറിനെയും മകനെയും എന്ത് ചെയ്തു? പ്രഭാത ഭക്ഷണത്തിന്റെ വില പോലും കൽപ്പിക്കാതെ ഉപേക്ഷിപ്പാൻ തീരുമാനിച്ചത് ആമേൻ ഭവിഷ്യത്തുകൾ ഒന്നും കണക്കാക്കാതെയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ചിന്തിക്കുവാനുണ്ട്. അപ്പം മനുഷ്യന്റെ ആലോചന ആമേൻ ഒരുപക്ഷെ പലപ്പോഴും അത് ഗുണത്തിനായി മാറാം, ദോഷത്തിനായി മാറാം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെയാണ് യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ പിൻപറ്റാൻ തീരുമാനിച്ച ഒരു വിശ്വാസി അബ്രഹാമിന്റെ മകനായി മാറുന്നതിനാൽ അവൻ കഴിഞ്ഞുപോയ വർഷങ്ങളിൽ താലോചിച്ച പല വഴികളും അയോഗ്യമായി കൈവശം വെച്ചിരുന്നവയും അവ എത്ര തന്നെ വിലയേറിയതാണെന്ന് പറഞ്ഞാലും പരിത്യജിക്കണം. അബ്രഹാം ദീർഘവർഷങ്ങളായി പോറ്റിപ്പുലർത്തിയ ഹാഗറുണ്ടായിരുന്ന ഇസ്മായിലിനെ അബ്രഹാം പുറത്താക്കുവാൻ ദൈവകൽപ്പന പ്രകാരം തീരുമാനം വന്നെങ്കിൽ, അങ്ങനെ ഒരു ദൈവകൽപ്പന അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നെങ്കിൽ, ഈ കാലഘട്ടത്തിൽ പുതിയ നിയമസഭയോട് പറയട്ടെ, യേശുക്രിസ്തുവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ച നിങ്ങൾ ഓരോരുത്തരും, യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ച നിങ്ങൾ ഓരോരുത്തരും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അതിശ്രേഷ്ഠമായി കരുതിയതും ഉപേക്ഷിച്ച് കളയുവാൻ പാടില്ലാത്തതുമായ പലതിനെയും നിങ്ങൾ ത്യജിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കർത്താവ് യേശുവിനെ അനുഗമിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളെ ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം താഴോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അബ്രഹാമിന്റെ മനസ്സോടെയാണെങ്കിലും അബ്രഹാം അതിനെ ത്യജിച്ചു കളഞ്ഞു. ഹാഗറിന്റെയും മകനെ പുറത്താക്കി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതർ, നിങ്ങളുടെ ജീവിതത്തിൽ അയോഗ്യമായ എന്തെങ്കിലും നിങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എടുത്തു കളയണം. കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിപ്പാൻ, കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിച്ച് കർത്താവ് യേശുവിനോട് ചേർന്ന് നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ അയോഗ്യമായതുള്ളതിനെ നീ എടുത്ത് പുറത്തു കളയുന്നില്ലെങ്കിൽ നിന്റെ ആത്മജീവിതം പരാജയപ്പെടും, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സാറയുടെ ആലോചന അബ്രഹാമിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. രഹബ്യാം ഹല്ലേലൂയ വൃദ്ധന്മാരുടെ ആലോചനയ്ക്ക് ചെവി കൊടുക്കാതെ പോയത് രഹബ്യാമിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു. ഹല്ലേലൂയ. യെരോബെയാം രാജ്യത്തെ വിഭവിച്ച് 10 ഗോത്രങ്ങളുടെ രാജാവായി മാറി. അത് മുഖാന്തരം ദേശത്ത് മുഴുവൻ സാർവത്രികമായി വിഗ്രഹാരാധന പെരുകി, ജനം പാപത്തിലേക്കും വഷത്തിലേക്കും പോയി എന്ന് പറഞ്ഞതുപോലെ ദൈവാലോചന സ്വീകരിക്കണം. അതേസമയത്ത് അബ്രഹാം ദൈവത്തിന്റെ ആലോചന സ്വീകരിച്ച് ദാസിയെയും ഹല്ലേലൂയ ആമയും ഇസ്മായിലിനെയും പുറത്താക്കിയത് കൊണ്ട് അബ്രഹാമിൽ പിന്നീട് വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറി. അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്ക് വാഗ്ദത്ത സന്തതി, ആമൻ ആ സന്തതിയിൽ കൂടി സാജനം അനുഗ്രഹിക്കപ്പെടുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കും. അപ്പൊ ഒരു വശത്ത് സാറയുടെ ശബ്ദം, മറുവശത്ത് മൂത്ത പുത്രനുള്ള വാത്സല്യത്തിൻ അബ്രഹാമിന്റെ ശബ്ദം. അബ്രഹാം ഇസ്മായിലിനെ സ്നേഹിച്ചതിനാൽ അവനെ ഉപേക്ഷിക്കുക എന്നത് കഠിനമായ ഒരു കാര്യമായിരുന്നു. ഏത് ശബ്ദമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. അവൻ ദൈവ സാന്നിധ്യത്തിലേക്ക് ഓടിയെത്തി. അപ്പം സാറയുടെ ശബ്ദമുണ്ട്, ഹല്ലേലൂയ സ്തോത്രം. താൻ സ്നേഹിച്ച ഇസ്മായിലിന്റെ കുറിച്ചോർത്ത് അബ്രഹാമിന്റെ ശബ്ദമുണ്ട്. ഏത് ശബ്ദമാണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് ശബ്ദത്തിനാണ് ചെവി കൊടുക്കേണ്ടത്, അബ്രഹാമിനെ ചിന്തിപ്പിച്ചു. അബ്രഹാം ഓടി ദൈവത്തിലേക്ക് എത്തി. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും, ഹല്ലേലൂയ, സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക എന്ന് യഹോവ പറഞ്ഞപ്പോൾ മറ്റു വഴികളൊന്നുമില്ലാതെ ഹല്ലേലൂയ ഇസ്മായിലിനെയും ഹാഗറിനെയും പറഞ്ഞയച്ചു. ഹല്ലേലൂയ. അതേപോലെ നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ വചനം നിങ്ങൾ ഹല്ലേലൂയ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം യഹോവയെ ദൈവം അവൻ സാറയുടെ വാക്ക് കേൾക്കണം. സാറയുടെ വാക്ക് കേട്ടിട്ട് ഹല്ലേലൂയ നീ അതനുസരിക്കണം. അബ്രഹാം അതിന് മനസ്സ് വെച്ചു. ദൈവത്തിന്റെ വാക്ക് കേൾക്കണം, ദൈവത്തിന്റെ ആലോചന കേൾക്കണം. അബ്രഹാം ദൈവാലോചന കേട്ടതുപോലെ നിങ്ങൾ ദൈവത്തിന്റെ ആലോചന കേൾക്കണം. ഹല്ലേലൂയ സ്തോത്രം. അതാണ് ഇവിടെ ദൈവജനം പറയുന്നത്. എന്തു തീരുമാനിക്കണമെന്നറിയാതെ വിഷമഘട്ടത്തിൽ ദൈവത്തിലേക്ക് നിങ്ങൾ ചെല്ലണം.
എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഇതുപോലെ ഭാരപ്പെടുന്ന സമയമുണ്ട്. അബ്രഹാമിനെ പോലെ ഭാരപ്പെടുന്ന സമയമുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് ഓടിച്ചെല്ലുന്നെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് ആലോചന ശബ്ദത്തിൽ സംസാരിക്കും. കർത്താവ് നിങ്ങളോട് ആലോചന പറയും. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ ആലോചന കേൾക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുക. അതുകൊണ്ടാണ് സ്തോത്രം. അല്ലെങ്കിൽ ദൈവത്തിനുള്ള 32 സംഗീതത്തിനകത്ത് ഇങ്ങനെ വായിച്ചത്. 32 സംഗീതം 8 വാക്യത്തിൽ പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ സ്തോത്രം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അതെ, നമ്മൾ ദൈവത്തിന്റെ ആലോചന പ്രാപിക്കണം. ലേലിയ എന്ന് പറഞ്ഞ അനുസരണമായി ദൈവത്തോടുള്ള അനുസരണം, ദൈവവചനത്തോടുള്ള അനുസരണമായി ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നേരെയുള്ള പാതയിലൂടെ നടക്കുവാൻ, നേരെയുള്ള പാതയിലൂടെ നടക്കാൻ വേണ്ടി ദൃഷ്ടി അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണ്. ദൈവവചനത്തിന്റെ അനുസരണത്തിൽ, ദൈവത്തോടുള്ള അനുസരണത്തിൽ നാം നേരായ പാതയിലൂടെ നടക്കണമെങ്കിൽ സൂക്ഷ്മദൃഷ്ടി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ നടക്കുന്നവനെ ദൈവം ഉപദേശിച്ച് തികവുള്ള പാതയിലൂടെ നടത്തും. പ്രൈസലോ. വൃദ്ധന്മാരുടെ ആലോചന രെഹബെയാം കേട്ടിരുന്നെങ്കിൽ അവന് നല്ല ആലോചന കെടുത്ത് രെഹബെയാമിന്റെ ജീവിതത്തിൽ ഇത്രമാത്രം പരാജയം വരാതെ വൃദ്ധന്മാർ, ശലോമോന്റെ കാലഘട്ടത്തിലുണ്ടായ വൃദ്ധന്മാർ ദൈവാലോചന പറഞ്ഞു കൊടുത്തേനെ. പക്ഷേ രെഹബെയാം എന്ത് ചെയ്തു? ശലോമോന്റെ കാലഘട്ടത്തിൽ വൃദ്ധന്മാരുടെ ആലോചന കേൾക്കാതെ യൗവനക്കാരുടെ പിന്നാലെ പോയതാണ് രെഹബെയാമിന് നഷ്ടം വന്നത്. ലേലിയ വളരെ ചിന്തിച്ച് ആ ഭാഗത്ത് പഠിക്കണം. ഇന്ന് പകൽ ഈ ദൈവത്തിനെ കേൾക്കുന്നവരെ സ്നേഹിതം, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സാഹചര്യം നഷ്ടപ്പെട്ട് ആത്മീയമായി നിനക്ക് വളരുവാൻ കഴിയാതെ, ഉയരുവാൻ കഴിയാതെ നീ പരാജിതനാണെങ്കിൽ, ദുഃഖിതനാണെങ്കിൽ ഇന്ന് പകൽ മടങ്ങി വരുവാൻ ഈ വചനഭാഗം നിന്നെ ഓർപ്പിക്കുക. അല്ലെങ്കിൽ കാണുന്നവരുടെ എല്ലാം പിന്നാലെ കടന്നുപോയി കാണുന്നവരുടെ എല്ലാം ആലോചന ചോദിക്കാതെ അവിടെ ഇവിടെ എല്ലാം കൈ നീട്ടി കാലി നീട്ടി അല്ലെങ്കിൽ നീ നിന്നെ തന്നെ സമർപ്പിച്ച് മറ്റുള്ള ആലോചന കേൾക്കാതെ അല്ലെങ്കിൽ ദൈവാലോചന കേൾക്കണം. ഇന്ന് മനുഷ്യൻ ആലോചന കേൾക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അവർക്ക് എന്താലോചന കിട്ടിയാലും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, എന്റെ കാര്യങ്ങളെല്ലാം എനിക്കൊന്ന് അറിയണം. എങ്ങനെ വാസ്തു ചോദിച്ചു? എന്റെ കാര്യങ്ങളെല്ലാം എനിക്കൊന്ന് അറിയാം. എങ്ങനെ? ആരോട് ചോദിച്ചാൽ പറയുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അറിയാൻ പലരും എനിക്ക് അത് ആലോചന ചോദിക്കാറുണ്ട്. പലരുടെ മുമ്പിൽ അദ്ദേഹം പോയി കൈനീട്ടാറുണ്ട്. തന്റെ ആ കാര്യങ്ങൾ അറിയാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥനയിരിക്കുക, ദൈവത്തോട് ചേർന്നിരുന്ന് വചനത്തെ അനുസരിക്കുക, ദൈവത്തെ അനുസരിക്കുക. അപ്പോൾ കർത്താവ് നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് നിങ്ങൾക്ക് ആലോചന പറഞ്ഞുതരും. നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആലോചന ദൈവം നിങ്ങളോട് അറിയിക്കും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വൃദ്ധന്മാരായിരിക്കുന്ന പലരെയും അല്ലെങ്കിൽ വചനത്തിൽ നിൽക്കുന്ന, വിശുദ്ധി നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് കുറച്ച് ദൈവത്തിനൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ശാന്തമാക്കിയിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ദൈവം സംസാരിക്കുമെന്ന്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോയി. അല്ലേരിയ അതെന്നെ കേൾക്കുന്നവരെ, ഈ ദുരാലോചനയ്ക്ക് ചെവി കൊടുക്കരുത്. ദുരാലോചന സഭയിൽ നുഴഞ്ഞ കയറിയത് കൊണ്ട് പലരും ആത്മജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി, ആത്മജീവിതത്തിൽ പിന്മാറ്റത്തിലായി പോയി. ദുരാലോചനകളും ദുരുപദേശങ്ങളും സഭയ്ക്കകത്ത് പെരുകിയ കാലം തൊട്ട് ദൈവസഭയുടെ തകർച്ച ആരംഭിച്ചു. ഇന്നെല്ലാവരും ദുരാലോചന, ദുരുപദേശത്തിന്റെ നിലവിൽ പോയിരിക്കുക. ജടികമായ ആലോചനകൾ ചെവി കൊടുത്ത് ജീവിതം തന്നെ നഷ്ടപ്പെട്ട് ദൈവത്തിന് അകന്നുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, കർത്താവ് യേശു ക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഏറ്റവും ആസനമായിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ കർത്താവിനോട് ചേർന്നിരുന്ന് ദൈവത്തിന്റെ ആലോചന പ്രാപിക്കണം. പ്രൈസലോ. നിങ്ങൾ വേദപുസ്തകം വായിക്കും. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട് അപ്പോസ്തലന്മാർ, യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ, അവർ നൽകിയ ആലോചനകൾ, അവർ നിന്ന് കേട്ട ആലോചനകളൊക്കെ എത്ര ശ്രേഷ്ഠമാണ്. അവർ ആരുടെ ഇരിക്കെ ആലോചന ചോദിക്കാൻ പോയില്ല. അപ്പോസ്തലന്മാർ ആരുടെ ഇരിക്കെ ആലോചന ചോദിക്കാനോ ആലോചനയ്ക്ക് പോയില്ല. അവരെല്ലാം ദൈവത്തിന് പ്രാപിച്ചവരാ. നിന്നെ കേൾക്കുന്നവരെ ശ്രോതാവേ, നീ ദൈവത്തിന് പ്രാപിക്കണം. മുതിർന്നവർ നിന്നോട് പറയുന്ന വചനങ്ങൾ നീ അനുസരിക്കുവാൻ തയ്യാറാകണം. അത് ഏറ്റെടുക്കാൻ നീ തയ്യാറാകണം. ഒരു ആത്മവിവേചന നിനക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവം നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറയാൻ കഴിയും എന്നാ പറഞ്ഞത്. അപ്പൊ അതേ സമയം തന്നെ എല്ലാ സന്ദർഭങ്ങളിലും ഭാര്യയുടെ വാക്കനുസരിച്ച് നടക്കുവാൻ സാധ്യമല്ല. എല്ലാ സന്ദർഭങ്ങളിലും ഭാര്യയുടെ വാക്കനുസരിച്ച് നടക്കുവാനും പറ്റത്തില്ല. അബ്രഹാം ഭാര്യയുടെ വാക്ക് അനുസരിക്കേണ്ടി വന്നു, സാറയുടെ വാക്ക് അനുസരിക്കേണ്ടി വന്നു. യഹോവയായ ദൈവം പറഞ്ഞു, നീ സാറ പറഞ്ഞതൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞു.
അല്ലുരിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാര്യമാരുടെ വാക്കനുസരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അല്ലുരിയ യോബ് ഭക്തന്റെ ജീവിതം, തന്റെ ജീവിതത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ, യോബിന് ജീവിതത്തിൽ ഉണ്ടായിരുന്നെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ തന്റെ ഭാര്യ അടുത്ത് വന്നിട്ട് പറയുന്നത് എന്താ? അല്ലേലിയ സ്തോത്രം. പറയുന്നത് എന്താണ്? യോബിന്റെ പുസ്തകം 2-9 വാക്യം വായിക്കുമ്പോൾ അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അല്ലേലിയ. അപ്പം സാറയുടെ ആലോചന അബ്രഹാം സ്വീകരിച്ചു. അതുകൊണ്ട് എല്ലാ സമയത്തും ഭാര്യമാരുടെ ആലോചന സ്വീകരിക്കാനും പാടില്ല. ഇവിടെ എന്താ പറയുക? യോബിന്റെ ഭാര്യ പറയുന്നതാ, നീ നിന്റെ ഭക്തി മുറുകെ പിടിക്കാതെ ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് നീ മരിച്ചു കളയാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരുടെയും ആലോചന. അപ്പം യോബ് തന്റെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ നേരിട്ടപ്പോൾ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ തന്റെ ഭാര്യ വന്ന് തനിക്ക് ദൈവത്തിന് വിരോധമായ ആലോചന പറയുകയാണ്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രിയസിലേക്ക് ഇതാ ഈ വാക്കുകൾ അനുസരിക്കുവാൻ അല്ലേലിയ സ്തോത്രം. യോബ് തയ്യാറാകാതെ യോബ് തന്റെ ഭാര്യയെ ശാസിച്ചു. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ യോബിന്റെ പുസ്തകം 2:10 അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിനും യോബ് ആദരങ്ങളാൽ പാപം ചെയ്തില്ല. ഇത് യോബിന്റെ ഭാര്യ യോബിനോട് ആലോചന പറഞ്ഞപ്പോൾ, ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ് മരിക്കാൻ പറഞ്ഞപ്പോൾ യോബ് തന്റെ ഭാര്യയെ ശാസിച്ചു. എന്നാൽ അബ്രഹാമിനോട് ആലോചന പറഞ്ഞപ്പോൾ യഹോവ പറഞ്ഞു, നീ ആലോചന സ്വീകരിക്കണം. ലേരിയ. രഹബയാം എന്ത് ചെയ്തു? അല്ലെങ്കിൽ വൃദ്ധന്മാരുടെ ആലോചന കേൾക്കാതെ യൗവനക്കാരുടെ പിന്നാലെ പോയതുകൊണ്ട് രഹബയാമിന് 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു. അല്ലേരിയ. എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് നിന്റെ ആത്മജീവിതത്തിൽ പരാജയം വരരുത്. ദൈവത്തിന്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കണം. ദൈവത്തിന്റെ ആലോചന ചെവി കൊടുക്കണം. അതുകൊണ്ട് സ്തോത്രം. ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 28-1 വാക്യം വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും. ദൈവത്തിന്റെ ആലോചന പ്രാപിക്കണം. ഞാൻ മുമ്പ് ആവർത്തിച്ച് പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുക. യൗവനക്കാരുടെ പിന്നാലെ ഇന്നത്തെ ദുരുപദേശകന്മാരുടെ പിന്നാലെ പോയി നിങ്ങളുടെ ആത്മജീവിതത്തെ തകർത്ത് കളയും. നിങ്ങളുടെ നന്മയെ തകർത്ത് കളയരുത്. നിങ്ങളുടെ ഭാവിയെ തകർത്ത്, നിങ്ങളുടെ തലമുറയെ തകർത്ത് കളയരുത്. നിങ്ങൾ ചെയ്യുന്നവരുടെ തലമുറയും പഠിക്കും, അവരും ആ പാത അനുഭവിക്കും. അതുകൊണ്ട് ശലോമോന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന വൃദ്ധന്മാരുടെ ആലോചന ത്യജിച്ചു കളഞ്ഞ രഹബയാമിനെ പോലെ നിങ്ങളുമായി തീരാതെ അബ്രഹാമിനെ പോലെ നല്ല ആലോചന തെരഞ്ഞെടുക്കുവാൻ, ദാവീദിനെ പോലെ നല്ല ആലോചന തെരഞ്ഞെടുത്ത് ആത്മജീവിതത്തെ മുന്നേറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന പ്രശ്നം ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തില് ദുരുപദേശങ്ങൾക്ക് തകപ്പെട്ട് നിങ്ങൾ കഠിനമായി കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ, കഠിനമായ നുകം നിന്റെ മേലുണ്ടെങ്കിൽ, ഇന്ന് പകൽ നീ കർത്താവിന്റെ സന്നിധിക്ക് മടങ്ങി വന്ന് നിന്നെ തന്നെ ഏൽപ്പിച്ച് നീ ദൈവാനുബോധനയ്ക്ക് ചെയ്തിട്ട് കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവ്, ഈ നാളുകളിൽ ദുരുപദേശങ്ങൾ പെരുകി, ദുരാലോചനകൾ, ജഡികാലോചനകൾ പെരുകി ദൈവമക്കളെ ആത്മജീവിതത്തെ തകർത്ത് കളയുന്ന, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുന്ന, ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും ആലോചനകളോ എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവദിനമായിരിക്കുന്നു. അതിന്റെ നടുവിൽ കർത്താവ് ജനം ശുദ്ധീകരിക്കപ്പെടുന്ന നിങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ്, ദൈവാലോചനയ്ക്ക് മടങ്ങി ഉരുട്ടെ കാണമേ. വൃദ്ധന്മാരുടെ ആലോചന തിരിച്ചു രഹബയാമിന്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ടതുപോലെ അല്ലെങ്കിൽ ഈ നാളുകളിൽ ജനം കുടുക്കിലേക്ക് പോകാതെ, ജനികമായ രീതിയിലേക്ക് ദുരുപദേശിക്ക് പോകാതെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരെ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. ശൈശവത്തിൽ ബാല്യത്തിൽ കോമാരിക്ക് യുവനത്തിൽ വാർത്ത ഞാൻ വൃത്തരാശന യാച്ചു റോട്ടിന്റെ ചോട്ടിന്റെ ജുവെ തടവറയിലായിരിക്കുന്ന സകലീയങ്ങൾ താമിയുടെ ഭാരതത്തിനായി അമ്മയുടെ ഈ ലോകരാജ്യങ്ങൾക്കായി 7 ഭൂഖണ്ഡങ്ങളെയും അല്ലെങ്കിൽ കേരളത്തിനായി 800 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവി, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസികൾ, ട്രൈബൽ മേഖലയായിരിക്കുന്നവരെ, ജാതി മത വർഗ വ്യത്യാസമില്ല സഭയിലെ ജനങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വന്ന് ദൈവാലോചന പ്രാപിച്ച് വാഗ്ദത്തങ്ങളിൽ മുന്നേറുവാൻ ദൈവാനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കുകയാകണമേ. ലോകം കൊടുക്കുന്ന ജടികമായ ദുരാലോചനയ്ക്കകത്ത് കർത്താവ് ദുരുപദേശത്തിൽ വീണു പോകാതെ ജനം മടങ്ങി വരാനായി പ്രാർത്ഥിക്കുന്ന സകല ജനത്തിൽ പേര് ദൈവകൃപ കൂടിയിരിക്കണമേ പ്രാർത്ഥിക്കുന്ന കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെ, എല്ലാ മേഖലയിലായിരിക്കുന്ന ജനത്തെയും, വിവിധ ജോലി മേഖലയിലായിരിക്കുന്ന
എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ വശീകരണ വാക്കുകൾക്കകത്ത് വീണു പോകാതെ ജനം വിടിവിക്കപ്പെടണം. അനേകർ ദുരുപദേശങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു, അനേകർ പാപത്തിൽ വീണ് കിടക്കുന്നു, അനേകർ ജഡികാലുകളിൽ കുടുങ്ങി കിടക്കുന്നു. പലർക്കും പുറത്തു വരാൻ കഴിയാതെ പല ബന്ധനങ്ങളുടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ എന്നൊക്കെ ജനം വിടിവിക്കപ്പെട്ട് മടങ്ങി വന്ന് ദൈവാലോചനയ്ക്ക് വിധേയപ്പെടുവാൻ കർത്താവ് ജനത്തെ ഒരുക്കണമേ. അല്ലെങ്കിൽ ഇതാളുകൾ കർത്താവിന്റെ കൃപയിൽ നിറയപ്പെടുവാൻ മാനസാന്തരിക്കും മടങ്ങിവിടെ ജനത്തെ ഒരുക്കണം. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.